ശുശ്രൂഷ ഉണ്ടെന്ന് ദൈവത്തിന് ബോധ്യമുള്ളയാളാണ് ശമൂവേൽ. തൈലം കയ്യിലുള്ളയാളാണ് ശമൂവേൽ. ദൈവം അയച്ച ശമൂവേൽ മുഖവും പൊക്കവും നോക്കി എന്ന് പറയുന്നതാണ് എൻ്റെ സങ്കടം. ദൈവം അയക്കുന്നവരും അഭിഷേക തൈലം കയ്യിലുണ്ടെന്ന് നമുക്ക് ബോധ്യമുള്ളവരും മുഖം നോക്കാൻ തുടങ്ങിയാൽ, പൊക്കം നോക്കാൻ തുടങ്ങിയാൽ, ഈ തലമുറയിൽ നമ്മൾ ആരെ വിശ്വസിക്കണം? ശരലാസതകരായ, ഞാൻ പറഞ്ഞത് കുറെ പേർക്ക് നന്നായി മനസ്സിലായി. ഞാൻ ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ഈ തലമുറയിൽ എന്നെ ഏറെ ആശങ്കപ്പെടുത്തുന്ന, എന്നിൽ അസ്വസ്ഥത സൃഷ്ടിക്കുന്ന ഒരു ചിന്ത ആദ്യം നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്നു. അതിനെനിക്ക് നിയോഗമുണ്ട്. ഈ ശമൂവേലിനെ തൈലക്കൊമ്പുമായി യിശായിയുടെ വീട്ടിലേക്ക് ദൈവം അയച്ചു. യിശായിയുടെ വീട്ടിൽ നടക്കുന്ന ആ ഫങ്ഷൻ എന്തുവാണെന്ന് വചനം അറിയാവുന്ന ദൈവമക്കൾക്കറിയാം. ഒരു രാജാവിൻ്റെ അഭിഷേകമാണ് അന്ന് അവിടെ നടക്കേണ്ടത്. ഒരു രാജാവിൻ്റെ അഭിഷേകം. ശമൂവേൽ അവിടെ ചെല്ലുന്നു. യിശായിയുടെ 8 മക്കളിൽ മൂത്തയാളായ ഏലിയാബിനെ ശമൂവേൽ കണ്ടപ്പോൾ തൈലക്കൊമ്പെടുത്തു എന്നാണ് നമ്മൾ വായിക്കുന്നത്. ശ്രദ്ധിച്ചു കേൾക്കണം ഞാൻ ആ പറയുന്ന ഭാഗം. തൈലക്കൊമ്പെടുത്തു എന്ന് പറഞ്ഞാൽ ഏലിയാബിനെ അഭിഷേകം ചെയ്യാൻ താൻ തുടക്കമിടുകയാണ്. പക്ഷേ ദൈവം തടഞ്ഞു. ദൈവം തടഞ്ഞു. നമുക്കൊക്കെ ആ ഭാഗം അറിയാം. ദൈവം എന്താണ് ശമൂവേലിനോട് പറഞ്ഞത്? ശമൂവേലേ, മുഖമോ പൊക്കമോ നോക്കരുത്. നോക്കുന്നു. ഇവിടെയാണ്
എന്നെ ആശങ്കപ്പെടുത്തുന്ന, അസ്വസ്ഥതപ്പെടുത്തുന്ന ഒരു വിഷയമുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. എല്ലാവരും ശ്രദ്ധിക്കണം. അപ്പോ ഇവിടെ എന്താണ് സംഭവിച്ചത്? ശമൂവേലിനോട് ദൈവം പറയുകയാണ്, മുഖമോ പൊക്കമോ നോക്കരുത്. ഇനി നിങ്ങൾ ചിന്തിച്ചേ, ദൈവം തടഞ്ഞില്ലായിരുന്നെങ്കിൽ, ദൈവം ഈ പ്രവാചകനായ ശമൂവേലിനെ തടഞ്ഞില്ലായിരുന്നെങ്കിൽ ശമൂവേൽ എന്ത് ചെയ്തേനെ? ദൈവം തിരഞ്ഞെടുക്കാത്തവന്റെ തലയിൽ ഈ തൈലം ഒഴിച്ചേനെ. സത്യമാണേ. ദൈവം തടഞ്ഞില്ലായിരുന്നെങ്കിൽ, ദൈവം തിരഞ്ഞെടുക്കാത്തവന്റെ തലയിൽ ഈ പ്രവാചകൻ തൈലമൊഴിച്ചേനെ. ഇതിൽ നിന്ന് നാം ഗൗരവമായി കാണേണ്ട ചിന്ത എന്താണ്? ഈ മുഖമോ പൊക്കമോ നോക്കരുത് എന്ന് ദൈവം പറഞ്ഞത് എന്തിനാണെന്ന് വചനം അറിയാവുന്നവർക്കറിയാം. എന്തിനാണ് ദൈവം പറഞ്ഞത് മുഖമോ പൊക്കമോ നോക്കരുത്? ശമൂവേൽ ആദ്യം അഭിഷേകം ചെയ്തയാൾ പൊക്കമുള്ളയാളായിരുന്നു. അപ്പൊ ശമൂവേലിൻ്റെ ഉള്ളിലുള്ള ധാരണ, ദൈവം തിരഞ്ഞെടുക്കുന്നവൻ പൊക്കമുള്ള ആളായിരിക്കും. അപ്പം മുൻ ശുശ്രൂഷയുടെ പരിചയമാണ് ഇപ്പോൾ ആരെ നിയന്ത്രിക്കുന്നത്? ശ്രദ്ധിക്കണേ, ശമൂവേലിനെ നിയന്ത്രിക്കുന്നത് പറഞ്ഞ ആദ്യത്തെ ശുശ്രൂഷ, അഭിഷക്ത ശുശ്രൂഷ, ഒരു പൊക്കമുള്ള ആളിനോടുള്ള ബന്ധത്തിലാണ് ശമൂവേൽ ചെയ്തത്. ആ ഒരു പരിചയം മനസ്സിൽ വെച്ചുകൊണ്ടാണ് പൊക്കമുള്ളയാളിനെ കണ്ടപ്പോ ശമൂവേൽ തൈലക്കൊമ്പ് എടുത്തത്. മുഖവും പൊക്കവും നോക്കിയത്. എൻ്റെ വിഷമമെന്ന് പറഞ്ഞാൽ ഈ പ്രവാചകനെ ആരയച്ചതാണ്? ദൈവമയച്ചതാണ്. തൈലം കയ്യിലുള്ള ആളാണ് എന്ന് പറഞ്ഞാൽ ശുശ്രൂഷയുണ്ടെന്ന് ദൈവത്തിനു ബോധ്യമുള്ള ആളാണ് ശമൂവേൽ. ഹല്ലേലൂയ. ഇപ്പം എനിക്കൊരു ശുശ്രൂഷയുണ്ടെന്ന് എൻ്റെ പ്രസ്ഥാനത്തിനോ മറ്റുള്ളവർക്കോ തോന്നി എന്നതിൽ ഒരു കഥയില്ല. ദൈവത്തിന് അങ്ങനെ തോന്നുന്നെങ്കിൽ അതല്ലേ വലുത്. യെസ്. അപ്പൊ ശുശ്രൂഷ ഉണ്ടെന്ന് ദൈവത്തിന് ബോധ്യമുള്ളയാളാണ് ശമൂവേൽ. തൈലം കയ്യിലുള്ളയാളാണ് ശമൂവേൽ. ദൈവം അയച്ച ശമൂവേൽ മുഖവും പൊക്കവും നോക്കി എന്ന് പറയുന്നതാണ് എൻ്റെ സങ്കടം. ദൈവം അയക്കുന്നവരും അഭിഷേക തൈലം കയ്യിലുണ്ടെന്ന് നമുക്ക് ബോധ്യമുള്ളവരും
മുഖം നോക്കാൻ തുടങ്ങിയാൽ, പൊക്കം നോക്കാൻ തുടങ്ങിയാൽ, ഈ തലമുറയിൽ നമ്മൾ ആരെ വിശ്വസിക്കണം? ശരലാസതകരായ, ഞാൻ പറഞ്ഞത് കുറെ പേർക്ക് നന്നായി മനസ്സിലായി. ദൈവകൃപ നഷ്ടപ്പെട്ട് ശുശ്രൂഷ കയ്യിന്ന് പോയി കളിക്കുന്നവരുടെ കാര്യം വിട്. ശുശ്രൂഷ ഉണ്ടെന്നും തൈലം കയ്യിലുണ്ടെന്നും ദൈവത്തിനു പോലും ബോധ്യമുള്ളവർ മുഖം നോക്കാൻ തുടങ്ങിയാൽ തലമുറയിൽ നമ്മൾ ആരെ വിശ്വസിക്കും? ഇപ്പം ദൈവമക്കൾക്ക് മനസ്സിലായി കാണും. അതുകൊണ്ട് ഞാൻ ഈ തുടക്കത്തിൽ പറയുക, നമ്മുടെ ഹൃദയം കാണുന്നവൻ, നമ്മുടെ അകം നോക്കുന്നവൻ ഇന്ന് പകലിൽ ഈ യോഗത്തിന് ഇറങ്ങി നിൽപ്പുണ്ട്. ആ കർത്താവ് നമ്മോട് സംസാരിക്കട്ടെ. ആ ദൈവം ഇന്ന് പകലിൽ നമ്മോട് ഇടപെടട്ടെ. ആമേൻ. നമുക്ക് ഒരുമിച്ച് ആ ക്രൂശിൽ മറയാം. ആ ആശയം കുറച്ച് നാളായി എന്നെ ഇങ്ങനെ വല്ലാതെ ഭാരപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഞാൻ ധൈര്യപ്പെടുന്നത് നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നന്നായി അറിയുന്ന ഒരു ദൈവം നമുക്കുള്ളത് കൊണ്ട് ആ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി ആ ദൈവം എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ച് പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. അതിൽ നിന്ന് എന്നെ ദൈവാത്മാവ് പഠിപ്പിച്ച മറ്റൊരു ചിന്ത എന്നറിയോ? മുൻ പരിചയങ്ങൾ നമ്മളെ സ്വാധീനിക്കും. ഇപ്പം ശൗലിനെ പോലെ പൊക്കമുള്ള ഒരാളിനെ ശമൂവേൽ അഭിഷേകം ചെയ്തതിൻ്റെ പരിചയം കിടന്നതുകൊണ്ടല്ലേ, അങ്ങനൊരു ഫോർമാറ്റ് ശമൂവേലിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് കൊണ്ടല്ലേ പൊക്ക ഉള്ളയാളിനെ കണ്ടപ്പം അദ്ദേഹത്തിൻ്റെ തലയിൽ തൈലം ഒഴിക്കാൻ തുടങ്ങിയത്? അതിൽ നിന്ന് നാം പഠിക്കേണ്ട പാഠം എന്താണ്? ആരെയും പരിചയങ്ങൾ സ്വാധീനിക്കാം. ഞാൻ ഹൃദയംഗമായി പറയാൻ പ്രിയരെ, നമ്മുടെ ആരാധന പോലും പരിചയങ്ങളിൽ നിന്നാവരുത്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ ആശയം എത്ര പേർക്ക് മനസ്സിലായി? നമ്മൾ ആരാധിച്ച് പരിചയമുള്ളവരാണ്, അന്യഭാഷ സംസാരിച്ച് പരിചയമുള്ളവരാണ്. പക്ഷേ എനിക്ക് പലപ്പോഴും ആത്മാവിലുള്ള ദുഃഖം, അന്യഭാഷകൾ പോലും ആത്മാവിൻ്റെ നിറവിൽ നിന്നല്ല പലപ്പോഴും പറയുക. മുൻ പരിചയമില്ലെന്ന എൻ്റെ ചോദ്യം. ഞാൻ എൻ്റെ എന്ന് പറഞ്ഞാൽ ആത്മാവിൻ്റെ നിറവെന്നിൽ ഉണ്ടാകുമ്പോഴാണ് ഞാൻ അന്യഭാഷ സംസാരിക്കേണ്ടത്. അങ്ങനല്ലേ വാക്യം, അങ്ങനല്ലേ വചനം. അപ്പോ ആത്മാവിൻ്റെ നിറവെന്നിൽ ഉണ്ടാവാതെ ഞാൻ അന്യഭാഷ സംസാരിക്കുന്നു. എങ്ങനെ? പരിചയത്തിൽ നിന്നുകൊണ്ട്. അപ്പോൾ അവിടെ ആര് മാറി നിൽക്കുന്നു? ആത്മാവ് മാറി നിൽക്കുന്നു. ഞാൻ ഒരു ദൂത് പറയാം. ഈ ഉപവാസ പ്രാർത്ഥന നടന്നു പോരുകയാണല്ലോ. പരിചയങ്ങളിൽ നിന്നുള്ള അന്യഭാഷകൾ വരെ മാറ്റിവെച്ചിട്ട് ആത്മാവിനെ ദുഃഖിപ്പിക്കാതെ ആത്മാവ് നിറവിലേക്ക് നടത്തുന്നുണ്ടെങ്കിൽ അതിന് ശരീരാത്മദേഹികളെ വിട്ടുകൊടുക്കണം. ഹല്ലേലൂയ. ആമേൻ. എനിക്കറിയാം ചിലർക്ക് ഒരു അസ്വസ്ഥത എന്നോട് ഇപ്പം തന്നെ തോന്നിയിട്ടുണ്ട്.
വേദപുസ്തകം നമ്മൾ പഠിച്ചാൽ, ഞാൻ പറയുമ്പോൾ നിങ്ങൾ അന്യഭാഷ പറയുന്നെങ്കിൽ, ഞാൻ പറയാം ഇനിയുള്ള കുറച്ചു നേരം നമുക്ക് അന്യഭാഷ സംസാരിക്കാമെന്ന് പറയുന്നെങ്കിൽ അത് ജഡത്തിലാണ്. 2-3 പേരെ ആമേൻ പറഞ്ഞുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ വേദപുസ്തക പ്രകാരം ഒന്ന് പറഞ്ഞു മനസ്സിലാക്കിത്താ എനിക്ക്. 120 പേര് അന്യഭാഷ സംസാരിച്ചത് എപ്പോഴാ? അവരുടെ മേൽ അല്ലേ ആത്മാവ് അതിശക്തിയോടെ ആവസിച്ച ശേഷമാണ്. അവർ ഇരുന്നിരുന്ന വീട് മുഴുവൻ നിറച്ച ശേഷമാണ്. എന്ന് പറഞ്ഞാൽ നിറവിന്റെ പുറകെയാണ് ആത്മാവിന്റെ ഭാഷ. ഇതും എൻ്റെ ഒരു സങ്കടമാണ്. കാരണം പരിശുദ്ധാത്മാവിൽ നമ്മൾ വിവേചിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും പലതും പരിചയങ്ങളിൽ നിന്നുള്ള പ്രകടനങ്ങളാണ്. പക്ഷേ അപ്പോൾ ആത്മാവ് ദുഃഖിക്കും. എനിക്കറിയില്ല, ഞാൻ ഇങ്ങനെയൊന്നും തുടങ്ങാൻ ആശിച്ചതല്ല. പക്ഷെ ദൈവാത്മാവ് എന്നോട് പറയുന്നു, പരിചയങ്ങളിൽ അധികം ആശ്രയിക്കും തോറും ആത്മാവ് ദുഃഖിക്കും. എന്നാൽ ഇന്ന് പകലിൽ കർത്താവ് പരിണവരാതെ പരിചയത്തിന്റെ ആരാധനയെല്ലാം മാറ്റിവെച്ചിട്ട് ഒരാത്മാവിന്റെ പുതുക്കം, അത് കൊതിക്കുന്ന എത്ര ദൈവമക്കൾ ഇന്ന് പകൽ ഇതിനകത്തുണ്ട്. That is biblical system. Hallelujah. 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 അതുകൊണ്ട് ആത്മാവിന്റെ നിറവിനും നിയോഗത്തിനും ആത്മസാന്നിധ്യത്തിനും അമിത പ്രാധാന്യം നൽകി നമുക്ക് ദൈവം എന്തെങ്കിലും നമ്മളോട് വർത്തമാനം പറയുന്നുണ്ടോന്ന്, നാടൻ ഭാഷ ദൈവം എന്തെങ്കിലും നമ്മളോട് മിണ്ടുന്നുണ്ടോന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എത്രയോ ശക്തന്മാരുടെ ഈടുറ്റ സന്ദേശങ്ങൾ കേട്ടവരാണ് ഇവിടെ ഇരിക്കുന്ന ആളുകൾ. ആമേൻ. എനിക്കും ഈ ഉപവാസ പ്രാർത്ഥനയിൽ